ഇപ്പോൾ എല്ലാം മനസ്സിലായി എന്താണ് നവകേരള സദസ് എന്ന്. അതായത് ജനങ്ങൾ ഈ പൊരുവെയിലത്ത് പരാതിയുമായി അങ്ങോട്ട് ചെല്ലണമെങ്കിൽ ചെല്ലാം, അതല്ല മുഖ്യം. നവകേരള സദസ്സിന്റെ പരാതികൾ വാങ്ങിവെക്കുന്നു, അത്രയേ ഉള്ളൂ. മഞ്ജുഷേ, നമ്മള് നവകേരള സദസ്സിനെ കുറിച്ച് തുടക്കം മുതൽ തന്നെ ഗവൺമെന്റ് ഒരു നിലപാട് പറഞ്ഞിരുന്നു. വരുന്ന കാൽ നൂറ്റാണ്ടിൽ കഴിയുമ്പോൾ കേരളം എങ്ങനെയാകണം എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു സമഗ്ര കാഴ്ചപ്പാടാണ് നവകേരള സദസ്സിന്റെ ഒന്നാമത്തെ ലക്ഷ്യം. രണ്ട്, അത് ജനങ്ങളുമായി സംവദിക്കുക എന്നുള്ളതാണ്. ജനങ്ങളിൽ നിന്ന് ആശയവിനിമയം നടത്തി ജനങ്ങളുടെ അഭിപ്രായം കൂടി സ്വരൂപിച്ചുകൊണ്ട് ഒരു സമഗ്ര പദ്ധതി, ഒരു കേരള മോഡൽ അവതരിപ്പിക്കുക എന്നുള്ളത്. മുഖ്യമന്ത്രി പറയുകയാണ് ജനസമക്ഷം പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനാണ് ഞങ്ങൾ വരുന്നതെന്ന്. അതായത് സർക്കാരിൻ്റെ പ്രശ്നങ്ങൾ ജനങ്ങളോട് പറയാനോ? അപ്പോൾ സർക്കാരിന് പരാതിയുണ്ട്, ഇത് ജനങ്ങൾ പരിഹരിച്ചു കൊടുക്കണമെന്നാണോ മുഖ്യമന്ത്രിയും ഈ മന്ത്രിപ്പടയും പറയുന്നത്? ഇതെന്ത് ന്യായമാണ്, എന്ത് യുക്തിയാണിത്? അല്ല, നാം കാണേണ്ടത്, നാം അതിനെ ആ രീതിയിൽ വ്യാഖ്യാനിച്ചാൽ, അദ്ദേഹത്തിന്റെ വാക്കുകൾ, മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ വാക്കുകളെ അങ്ങനെ വ്യാഖ്യാനിച്ചാൽ അങ്ങ് പറയുന്നത് പോലെ അതൊരു ചോദ്യമായി തന്നെ ഉയർന്നു നിൽക്കും. സോ അങ്ങനെയല്ല അതിനെ വ്യാഖ്യാനിക്കേണ്ടത്. ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കഴിഞ്ഞ ഈ ഇത്രയും 140 മണ്ഡലങ്ങളിലൂടെ കടന്നു വന്ന് ജനങ്ങളുമായി സംവദിക്കുകയാണ്. ജനങ്ങളുമായിട്ട് സംവദിക്കുന്നില്ല. അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ സംവദിക്കുന്നത് പൗരപ്രമുഖരുമായിട്ടാണ്, അങ്ങനെ ഒരു പേരിട്ടാണല്ലോ വിളിക്കുന്നത്. അവരുമായിട്ട് മാത്രമേ സംവദിക്കുന്നുള്ളൂ. ജനങ്ങളുടെ പരാതി മുഖ്യമല്ല എന്നൊരു മുഖ്യമന്ത്രി പറയുവാൻ പാടില്ലായിരുന്നു. ജനങ്ങളുടെ പരാതിയാണ് മുഖ്യം, അതിന് പരിഹാരമുണ്ടാക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നിട്ടൊരു മുഖ്യമന്ത്രി വന്നതെന്ന് പറയുകയാണ് അതൊരു മുഖ്യമായ കാര്യമല്ല എന്ന്. എന്തിന് കോട്ടയം എം പി തോമസ് ചാഴികാടൻ അദ്ദേഹം മനസ്സിലാക്കിയിരുന്നത് അതാണ് കേട്ടോ. വെറും ഒരു സാധാരണക്കാരനല്ലല്ലോ അയാൾ, എത്രയോ തവണ ജനപ്രതിനിധിയായ ആളാണ്. അയാൾ എന്ന് വിളിച്ചതിൽ ക്ഷമിക്കൂ. അദ്ദേഹം തോമസ് ചാഴികാടൻ എൻ്റെയും എം പിയാണ്, കോട്ടയം എം പിയാണ്. റബ്ബറിന്റെ പ്രശ്നം അവിടെ പറയാൻ പാടില്ല പോലും. അങ്ങനെയല്ല അതിനെ വ്യാഖ്യാനിക്കേണ്ടത്. ശ്രീ തോമസ് ചാഴികാടൻ അദ്ദേഹം സ്വാഗത പ്രസംഗത്തിന്റെ സമയത്ത് സമയപരിധി ലംഘിച്ചുകൊണ്ട് സ്വാഗത പ്രസംഗം നീണ്ടുപോവുകയും, രണ്ട്, അദ്ദേഹം അവതരിപ്പിച്ചത് മൂന്ന് വിഷയങ്ങൾ അവതരിപ്പിച്ചു. ഒന്ന്, റബ്ബറിന്റെ താങ്ങുവിലയെ സംബന്ധിച്ച് ഉയർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടി സംസ്ഥാന സർക്കാർ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. രണ്ട്, അവിടെ ഒരു പാലവുമായി ബന്ധപ്പെട്ടുള്ള പണി അതിവേഗതയിൽ തീർക്കണമെന്ന് ആവശ്യപ്പെടുന്നു. മൂന്ന്, സ്റ്റേഡിയം കോംപ്ലക്സുമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗതയിൽ തീർക്കുന്നതിനാവശ്യമായിട്ടില്ല. ഇത്തരം കാര്യങ്ങളല്ല നവകേരള സദസ്സിന്റെ പ്രഖ്യാപിത ലക്ഷ്യം എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ തിരുത്തിക്കൊണ്ട് ആ വേദിയിൽ വെച്ച് തന്നെ പിണറായി വിജയൻ അത്തരം തിരുത്തു പ്രഖ്യാപിക്കപ്പെടുന്നത്. അത് നന്നായി, എന്തായാലും അങ്ങനെ ഒരു തിരുത്ത് കൊടുത്തത് നന്നായി മുഖ്യമന്ത്രി. കാരണം ഒരു ജനപ്രതിനിധി പോലും അതായത് തോമസ് ചാഴികാടനെ പോലെ ഇത്രയും പരിചയസമ്പന്നനായ, ഇത്രയും വർഷങ്ങൾ ജനപ്രതിനിധിയായിരുന്ന ആൾക്ക് പോലും എന്താണ് നവകേരള സദസ്സ് എന്ന് അറിഞ്ഞുകൂടായിരുന്നു. അത് തിരുത്തിയത് എന്തായാലും നന്നായി. അതുവഴി അദ്ദേഹം തിരുത്തിയത് ജനങ്ങളെ അല്ലേ? ശ്രീ എം കെ ഹരിദാസ്, ചാഴികാടനെയാണോ മുഖ്യമന്ത്രി തിരുത്തിയത്? ജനങ്ങളെ തന്നെയാണോ? ആരെയാണ് തിരുത്തിയത് മുഖ്യമന്ത്രി? മുഖ്യമന്ത്രി തിരുത്തിയത് ജനങ്ങളെയാണ്. ജനങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് ശ്രീ അസ്കർ ഈ പരിപാടിക്ക് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂസ് 18-ലെ 2 ചർച്ചകളിൽ താങ്കളും ഞാനും പങ്കെടുത്തിട്ടുണ്ട്. അന്ന് താങ്കൾ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത്, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളുടെ പരാതി നേരിട്ട് സ്വീകരിക്കുന്ന ഒരു ക്യാബിനറ്റ് ഇന്ത്യയിലല്ല ലോകത്തിൽ തന്നെ എവിടെയാണെന്നാണല്ലോ താങ്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ ന്യൂസ് 18 കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ആ ക്ലിപ്പ് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ പെട്ടെന്ന് 6-7 ജില്ലകൾ കഴിഞ്ഞിട്ട് മറ്റൊരു ജില്ലയിൽ, കോട്ടയം ജില്ലയിലേക്ക് എത്തുമ്പോഴേക്കും അതിൻ്റെ ഗതി മാറിയോ? അല്ലെങ്കിൽ തന്നെ താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം, സമൂഹത്തിൽ എന്നും 2 വിഭാഗം ജനങ്ങളുണ്ട്, പൗരപ്രമുഖരും ദരിദ്രവാസികളും. ഈ പൗരപ്രമുഖരും ദരിദ്രവാസികളും ഉണ്ട് എന്ന് അടിവരയിട്ടൊരു സർക്കാർ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരാണെന്ന കാര്യം താങ്കൾ മറക്കരുത്. കാരണം പൗരപ്രമുഖർക്ക് ഫാനും അതുപോലെ തന്നെ അലങ്കരിച്ച പന്തലിലും ഇരിപ്പിടം ഒരുക്കുമ്പോൾ പരാതിയുമായി വരുന്നവർക്ക് തൊഴുത്തിന് സമാനമായ രീതിയിൽ ഈ പന്തലിൻ്റെ തൊട്ടപ്പുറത്ത് മറ്റൊരു ചെറിയ ഷെഡ് ഒരുക്കിയിട്ട് പരാതി സ്വീകരിച്ചവരാണ് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ. പിന്നെ താങ്കൾ 25 കൊല്ലത്തെ കാര്യം പറഞ്ഞു. അടുത്ത 25 കൊല്ലം കേരളം എങ്ങനെയാകണം എന്ന കാര്യമാണ് ഈ നവകേരള സദസ്സിൻ്റെ മുഖ്യ അജണ്ട. ശരി, അപ്പോൾ ഈ 25 കൊല്ലത്തിൽ ഈ തോമസ് ചാഴിക്കാടൻ മുൻപോട്ട് വെച്ച 3-4 കാര്യങ്ങൾ ഉൾപ്പെടില്ലേ? ഈ പാലത്തിന്റെ പണിയായാലും റബ്ബറിന്റെ വിലയായാലും ഈ 25 കൊല്ലത്തെ ഭാവിയുടെ കാര്യങ്ങൾ ഉൾപ്പെടാത്ത മുഖ്യമന്ത്രി ശ്രീ എം കെ ഹരിദാസ്, കോട്ടയത്ത് പ്രത്യേകിച്ച് പാലായിൽ റബ്ബറിന്റെ വിലയിടി വല്ലാതെ വേറെ എന്താണ് മുഖ്യ വിഷയമായിട്ടുള്ളത്? അത് പറയുമ്പോൾ മുഖ്യമന്ത്രിക്ക് ഹാലിളകുകയാണ്. എനിക്കത് ദയനീയമായി തോന്നിയത് റോഷി അഗസ്റ്റിന്റെ ശരീരഭാഷയാണ്. റബ്ബർ കർഷകരുടെ പ്രതിനിധിയായിട്ടാണ് റോഷി അഗസ്റ്റിന് ഉയർന്നു വന്നത്.
എത്രയോ സമരങ്ങളിലൂടെ അദ്ദേഹം ഉയർന്നു വന്ന ഒരു നേതാവാണ്. KM മാണിയുടെ അരുമ ശിഷ്യനാണ്. പാലായിൽ പോയിരുന്ന് വിയർക്കുകയായിരുന്നു റോഷി അഗസ്റ്റിൻ. എഴുന്നേറ്റ് ചെന്ന് തോമസ് ചാഴിക്കാടനോട് പറയുകയാണ് മതി മതിയെന്ന്. അത് സ്വന്തം അപ്പനോട് ചെയ്ത അപരാധത്തിന് ഒരു മകനെ സ്വന്തം നിയോജക മണ്ഡലത്തിലെ ആ അപ്പൻ 25 കൊല്ലം പ്രതിനിധീകരിച്ച നിയോജക മണ്ഡലത്തിൽ വെച്ച് ഈ മുഖ്യമന്ത്രി കൊടുത്തിട്ടുള്ള ഒരു പൊന്നാടയാണ് മഞ്ജുഷ ആ വാക്കുകൾ. അതായത് നീ ഇതൊക്കെ ഇന്ന് ഞങ്ങളുടെ വരാന്തയിൽ കിടക്കുന്ന കേവലം ചാവാലി പട്ടികൾക്ക് തുല്യമായിട്ടാണ് നിങ്ങളെ ഞങ്ങൾ കാണുന്നത്. ആ വാക്ക് തന്നെ ഞാൻ ഉറച്ചു പറയുന്നു. അതായത് ഘടകകക്ഷിയായിട്ട് ഞങ്ങൾ പറയണോടത്ത് ഇരുന്നാൽ മതി. ഇത് UDF അല്ല എന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. നമ്മുടെ വീട്ടിൽ നമ്മൾ ഭക്ഷണം കൊടുത്തിട്ട് നമ്മൾ നായ്ക്കളെ വളർത്തില്ലേ, അപ്പോൾ അവർക്ക് അകത്തേക്ക് കിടക്കാൻ നമ്മൾ സമ്മതിക്കുക? അതുപോലെയുള്ളൊരു കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് തങ്ങളിലുള്ള ഇത്തരത്തിലുള്ള ഘടകകക്ഷികളെ കാണുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഊന്നി പറയലാണ് അവിടെ നടത്തിയിരിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി ഇതിൽ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകളിലുണ്ട്. അതായത് ഇത്തരം കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്താൽ അത് പരിഹരിക്കപ്പെട്ടു കൊടുക്കാൻ എന്നെ കൊണ്ടോ എൻ്റെ സർക്കാരിനെ കൊണ്ടോ ആകില്ല. അപ്പോൾ നിങ്ങൾ എന്തിനാണ് അത് ജനങ്ങളെ ഇത്തരം കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് ഓർമ്മിപ്പിക്കുന്നത് എന്ന ഒരു ചോദ്യം കൂടിയാണ് മുഖ്യമന്ത്രി അവിടെ ഉയർത്തിയിരിക്കുന്നത്. തൊമ്മിയും ഭാസ്കർ പട്ടേലരും ഇതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച. അല്ലെങ്കിൽ ഇത്രയും വലിയൊരു വേദിയിൽ ഇത്രയധികം ജനങ്ങളുടെ മുന്നിൽ നിന്ന് ഒരു വാചകം കൂടുതൽ പറഞ്ഞു അല്ലെങ്കിൽ 1 മിനിറ്റ് കൂടുതൽ സംസാരിച്ചു എന്ന പേരിൽ ഇത്ര പരസ്യമായിട്ട് ഇത്രയും പ്രായമുള്ള ഒരാളെ ഇങ്ങനെ അവഹേളിക്കുന്ന അപമാനിക്കുന്ന രീതിയിൽ പറയുന്ന അത് എന്ത് രീതിയാണ് ഇത്? നമ്മൾ അവിടെ കണ്ടു, ശൈലജ ടീച്ചറുടെ കാര്യത്തിൽ കണ്ടു. ഇപ്പൊ അതിനേക്കാൾ കൂടിയ അളവിൽ അത് പിന്നെ സ്വന്തം പാർട്ടിക്കാരാണ്, തള്ള ചവിട്ടിയ പുളയ്ക്ക് കേടില്ല എന്ന് വേണമെങ്കിൽ പറയാം. നേരെ മറിച്ച് ഇതൊരു ഘടകകക്ഷിയുടെ സ്ഥലമാണ്, അവരുടെ ജീവൽ പ്രശ്നങ്ങളിലൊന്നാണ് റബ്ബർ. അത് പറഞ്ഞതിന്റെ പേരിൽ ഈ രീതിയിലൊക്കെ മുഖമടച്ച് അടിക്കുന്ന രീതിയിൽ ഇങ്ങനെ പറയുക എന്ന് പറഞ്ഞാൽ ഇത് എന്ത് രീതിയാണ്, എന്ത് ശൈലിയാണ്? ശരി ശരി, ജനങ്ങളെ മുഖ്യമന്ത്രി തിരുത്തുകയാണ്. ഈ നിരീക്ഷണത്തോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? ഞാൻ എന്തായാലും ആ ഒരു നിരീക്ഷണമാണ് നടത്തുന്നത്. അങ്ങനെയാണ് ശരി. കാരണം അവിടെ ജനങ്ങളെ തിരുത്തുകയാണ്. ഇത് പരാതിക്കല്ല ഇവിടെ പ്രാമുഖ്യം കൊടുക്കുന്നത്. ഞങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നു, സർക്കാരിൻ്റെ കാര്യങ്ങൾ അത് നിങ്ങൾ കേൾക്കുക. അങ്ങനെ നവകേരളം കെട്ടിപ്പടുക്കുവാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. മഞ്ജുഷേ, മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയന്റെ ശൈലിയെക്കുറിച്ച് നിങ്ങൾക്കറിയാം. അദ്ദേഹത്തിന്റെ ശൈലി എന്ന് പറയുന്നത് കർക്കശ സ്വഭാവത്തോടുകൂടി അദ്ദേഹത്തിന്റെ നിലപാടുകൾ ആരുടെ മുന്നിൽ അവതരിപ്പിക്കും, അതിനൊരു സംശയമില്ല. അതിന്റെ ഒരു അടിമ ഉടമ ബന്ധങ്ങളൊന്നും ഇക്കാര്യത്തില്ല. ഇടതു ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസ് മാണി വിഭാഗം ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ്. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ അങ്ങനെ ഇതിന്റെ പേരിൽ തെറ്റിക്കാമെന്നൊന്നും കരുതണ്ട. കാരണം ആ യോഗത്തിന്റെ അവസാന ഘട്ടത്തിൽ മുഖ്യമന്ത്രി തന്നെ ശ്രീ തോമസ് ചാഴിക്കാടനുമായി കുശലാന്വേഷണം നടത്തി സൗഹൃദാന്തരീക്ഷത്തിൽ പിരിയുന്ന ചിത്രവും നിങ്ങൾ കണ്ടു. കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിക്കുകയും അതിനുശേഷം അദ്ദേഹവുമായി സംസാരിച്ച് പിരിയുകയും ചെയ്യുന്ന സാഹചര്യം തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്. അതും നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. മാത്രമല്ല, നിങ്ങൾ കാണേണ്ടത് ഈ നവകേരള സദസ്സിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും കൃത്യമായ ഒരു കാഴ്ചപ്പാടുണ്ട്. ഏത് ശൈലിയുടെ കാര്യം പറഞ്ഞാലും ഏത് ശൈലിയുടെ ഇളവ് കൊടുത്താലും അത് സാധാരണക്കാർക്ക് ദഹിക്കുന്ന ഒരു കാര്യമല്ല. മഞ്ജുഷെ, കാണേണ്ടത് കാസർഗോഡ് ഒരു 11 കൊല്ലമായി തീരാതിരുന്ന ഒരു ഭൂമിയുടെ പ്രശ്നം, ഭൂമി അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നം. ആ പ്രശ്നത്തിൽ വെറും 11 ദിവസം കൊണ്ട് തീർപ്പ് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങ് മാധ്യമങ്ങളിലൂടെ തന്നെ വാർത്തകൾ വായിച്ചാണ് ഞാനത് മനസ്സിലാക്കുന്നത്. നിങ്ങൾ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ നടത്തേണ്ട സുപ്രധാനമായിട്ടുണ്ട് നീക്കം എന്ന് പറയുന്നത് കേരളത്തിൽ നടന്നു വന്നിട്ടുള്ള ഇതുവരെ നടന്നു കഴിഞ്ഞു വന്നിട്ടുള്ള പരാതികളിൽ മേൽ എത്രമാത്രം പരാതികൾ പരിഹരിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ചൊരു കണക്ക് വിവരങ്ങൾ നിങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു കൊണ്ടുവരണം. അല്ലാതെ നിങ്ങൾ അങ്ങനെ ഒരു കണക്ക് പുറത്തുവിടൂ. അങ്ങനെ ഒരു കണക്ക് പുറത്തുവിടൂ. ഇതുവരെ അന്വേഷിച്ച് കണ്ടെത്തിയതിൽ പലതും റെഡിമെയ്ഡ് പരാതികളാണ്, റെഡിമെയ്ഡ് മറുപടികളാണ് കിട്ടിയിട്ടുള്ളത്. ഓരോ ഫയലുകളും ഓരോ ജീവിതമാണെന്ന് പറഞ്ഞതുപോലെ തന്നെ അത് അടയാളപ്പെടുത്തുന്ന തരത്തിൽ ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട് മഞ്ജുഷേ. ഓരോ പരാതികളും ഓരോ ജീവിതമാണ് സർ. അഡ്വക്കേറ്റ് BN ഹസ്കർ, ഓരോ പരാതികളും ഓരോ ജീവനുകൾ തന്നെയാണ്. ആ ജീവന് വിലയില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് നാട്ടുകാരോട്. ഒരു തരത്തിലും അങ്ങനെ അതിനെ വളച്ചൊടിക്കരുത്. അദ്ദേഹത്തിന്റെ വാക്കുകളെ വളച്ചൊടിച്ചുകൊണ്ട് അങ്ങനെ വിമർശന വിധേയമാക്കാം എന്ന് കരുതുന്നെങ്കിൽ ഈ അദാലത്തുകളിലെ പോലെ പരാതി പരിഹരിക്കലല്ല ഇതിന്റെ ലക്ഷ്യമെന്ന് പറയുമ്പോൾ പോലും ഓരോ മണ്ഡലത്തിലും ലഭിക്കുന്ന പരാതികൾ എത്രയാണ്? ആ പരാതികളിൽ എത്ര ശതമാനം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ പരിശോധിക്കുന്നേ. അല്ല, ഇങ്ങോട്ട് കണക്ക് തരാൻ പറയൂ സർക്കാരിനോട്, കണക്ക് തരാൻ പറയൂ. കാസർഗോഡ് മുതൽ കോട്ടയം എത്തുമ്പോ കണക്കുകൾ പുറത്തുവിടാമേ. ഗവൺമെന്റിനോട് ഇക്കാര്യത്തിൽ
കണക്കുകൾ പുറത്തുവിടാൻ തന്നെ ഞാനും ആവശ്യപ്പെടുന്നു. ഇനി ഒരു 25 കൊല്ലം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ കേരളം ഭരിച്ചു കഴിഞ്ഞാൽ പരിഹരിക്കപ്പെടാൻ പറ്റാത്തത്ര പരാതികൾ നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് എത്തുന്നതിനുള്ളിൽ കിട്ടും. ഈ 3,56,000 എന്നുള്ളത് ഏകദേശം 10 ലക്ഷമാവും. ഈ 10 ലക്ഷത്തിലെ കേവലം 1 ലക്ഷത്തിൻ്റെ പരാതി പോലും നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കില്ല. കാരണം ഈ പരാതികളൊക്കെ പരിഹരിക്കപ്പെടണമെങ്കിൽ മുന്നേ നടക്കുന്ന ഒരാൾ വേണം. അതിൻ്റെ പേരാണ് പണം. ദൂർത്തടിച്ചും കെടുകാര്യസ്ഥതയുടെ പേരിലും ഒരു സംസ്ഥാനത്തെ മുച്ചൂട് മുടിച്ചിട്ടുള്ള ഒരു ഭരണം നടക്കുമ്പോൾ ഇത്തരത്തിലുള്ള പരാതി കിട്ടിയിട്ട് എന്ത് പരിഹാരമാണ് നിങ്ങൾക്ക് ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പോകുന്നത്?